പോളേട്ടൻ കമോൺ. അഭിവാദനങ്ങൾ, അഭിനന്ദനങ്ങൾ. ചാമ്പ്യനായിട്ടുണ്ട് പോളേട്ടൻ്റെ വരവ്. ആദ്യം വീട്ടിലേക്ക് വരുന്ന സമയത്ത് പോളേട്ടൻ്റെ കഴുത്തിലിങ്ങനെ ഒരു മെഡൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പോളേട്ടൻ അന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഇനി ഈ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കഴുത്തിൽ മെഡൽ ഉണ്ടാവും. ദാ മെഡലുമായി പോളേട്ടൻ എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ജയഫൈസിൻ്റെ വീട്ടിലേക്ക് വരൂ, കമോൺ. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം. പോളേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കഴുത്തിലൊക്കെ ഓരോ മെഡലുകളുണ്ട്. സംഭവം എന്നിട്ട് മനസ്സിലായില്ലേ? ആളെ മനസ്സിലായില്ലേ? മൂന്നാമത്തെ വീഡിയോയിലാണ് ഞാനും ആളും തമ്മിൽ ഒരുമിച്ച് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആൾ നമ്മുടെ വെള്ളിക്കുളങ്ങരയിലെ പോളേട്ടനാണ്. പോളേട്ടൻ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം ഈ മത്സരത്തിന്, അതായത് നാഷണൽ ആംഡ് ചാമ്പ്യൻഷിപ്പ് ആസാമിലെ ദുലേജനിൽ നടന്ന 6-7 തീയതിയിൽ നടന്ന മത്സരത്തിന് പോയേക്കായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വലിയൊരു ആത്മവിശ്വാസം പറഞ്ഞിരുന്നു, ഞാൻ തിരിച്ച് ജക്സൻ്റെ വീട്ടിൽ ഞാൻ വരുന്നത് വെറും കൈയോടെ ആയിരിക്കില്ല, കഴുത്തിലെൻ്റെ മെഡലും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. നമ്മുടെ ഉള്ളിലേക്കുള്ള ആത്മവിശ്വാസം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആത്മവിശ്വാസം ഇല്ലാണ്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ആസാമിൽ പോയി ആസാമികളെ മലർത്തി അടിക്കും. സീനിയർ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വിഭാഗത്തിലാണ് അദ്ദേഹം മത്സരം. ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷനാണ്. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ ഈ പഞ്ചഗുസ്തി മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഓടി അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് വേഗം അങ്ങോട്ട് പോയി അങ്ങനെയല്ലത്. അവിടെ നമ്മൾ പങ്കെടുക്കുന്ന ഓരോ മത്സരങ്ങൾക്കും പൈസ അടയ്ക്കണം. സാമ്പത്തികമായിട്ട് വലിയ പരാധീനതകളാണ് പോളേട്ടൻ അതിജീവിച്ചത്. ഒരുപാട് സാമ്പത്തികം ഇതിന് ആവശ്യമായിട്ടുണ്ട്. പോളേട്ടനെ സഹായിച്ച് പോളേട്ടൻ്റെ പഞ്ചായത്തും വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഇന്ത്യൻ ജിം ഓണേഴ്സ് അസോസിയേഷൻ തൃശ്ശൂർ ഇവരാണ് പോളേട്ടനെ സഹായിച്ചത്. ഞാനും ചാലക്കുടിയിൽ പലരുമായിട്ട് വന്ന് സമീപിച്ചിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ചാലക്കുടിക്കാർക്ക് പക്ഷേ ഇത് പോളേട്ടൻ ഈ വിൻ ചെയ്ത് വരുമെന്നൊക്കെ സംശയം കൊണ്ടായിരിക്കാം. പിന്നെ ഇത് പഞ്ചഗുസ്തി അല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും. ആരും പ്രത്യേകിച്ച് സഹായം ഉണ്ടായില്ല. പക്ഷേ പോളേട്ടൻ അവിടെയും പതറി വീണില്ല. ഉറച്ച ബോധ്യത്തോട് തന്നെ മുന്നോട്ട് പോയി ഇന്ന് എൻ്റെ വീട്ടിലേക്ക്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം. ഒരു മനുഷ്യൻ എൻ്റെ വീടന്വേഷിച്ച് വരികയും ആ പോയ കാര്യം നേടി വന്നിട്ട് എന്നെ മറക്കാതെ എൻ്റെ വീട്ടിലേക്ക് ആ ട്രോഫി കഴുത്തിൽ മെഡൽ അണിഞ്ഞുകൊണ്ടാണ് ഈ ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം അന്നുണ്ടായിരുന്ന സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ഒരു നേവൽ ബേസ് ഓഫീസറാണ്. ഈ ജനമൈത്രി പോലീസിനൊക്കെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും അദ്ദേഹത്തിനും ഓർക്കുകയാണ് ഈ സമയം. പോളേട്ടൻ വിൻ ചെയ്തിരിക്കുന്നു, ചാമ്പ്യൻ പട്ടം നേടിയിരിക്കുന്നു കൈക്കരുത്തിൽ. ഇനിയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും ലോക ചാമ്പ്യൻഷിപ്പുമാണ് പോളേട്ടൻ്റെ മുന്നിലുള്ളത്. നമുക്കെന്തായാലും ഈ ആസാമികളെ മലർത്തിയടിച്ച ആ ഒരു അനുഭവത്തെ പറ്റി പോളേനോട് ചോദിച്ചറിയാം. പോളേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ഈ മത്സരമൊക്കെ? പ്രത്യേകിച്ച് ഉദ്ദേശിച്ച പോലെ തന്നെ അത്ര എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആസാമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ? എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു രീതികളും സംഗതികളൊക്കെ? അവിടുത്തെ രീതി എന്ന് പറയുന്നത് കാറ്റഗറീസിൽ ഇതപ്പോൾ നമ്മുടെ ഇപ്പോൾ എൻ്റെ കാറ്റഗറീസിൽ നമ്മൾ അവിടെ സെഷൻ കഴിഞ്ഞ് മത്സരിക്കുമ്പോൾ ഫൈനൽ റൗണ്ടിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഈ ആളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ സ്വയം പിന്മാറും. കാരണം പൈസ അടച്ചെങ്കിൽ മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല എതിരാളി നല്ല ശക്തനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കുറേ പേര് മാറും. അപ്പോൾ ഇത് എത്ര മത്സരം ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ? ചേട്ടനിപ്പോൾ എത്ര മത്സരം പങ്കെടുത്തു എനിക്ക് ഇപ്പോൾ ഈ വിഭാഗത്തിൽ? നമ്മൾ ഒരു 3-4 റൗണ്ട് മത്സരിക്കേണ്ടി വരും. അപ്പോൾ ഈ 4 റൗണ്ടിൽ നമ്മൾ പൈസ അടയ്ക്കണം? 4 റൗണ്ടിൽ പൈസ അടയ്ക്കണ്ട, ഒറ്റ പ്രാവശ്യം പൈസ അടച്ചാൽ മതി. ആ കാറ്റഗറിയിൽ വിൻ ചെയ്യുന്നതിനനുസരിച്ച് കയറി പോവാം. ഓ അത് ശരി. വിൻ ചെയ്തില്ലെങ്കിൽ ഔട്ടായി പോകും. വിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എത്ര? അപ്പൊ ആ വിൻ ചെയ്ത് കയറി വരുമ്പോ അതിന് വീണ്ടും പൈസ അടയ്ക്കണം? വേണ്ട ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി. അത് ആദ്യമേ തന്നെ നോക്കി നോക്കിയാ അപ്പൊ നമ്മൾ നമുക്ക് ചിലപ്പോൾ എതിരാളികളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും ഈ മത്സരത്തിൽ. ഓ ഇപ്പൊ ഈ പഞ്ച അവിടെ പിടിച്ചു കഴിഞ്ഞപ്പോ ഈ അവിടെ ഏറ്റവും ശക്തനായ എതിരാളി ആരായിരുന്നു? ശക്തനായിട്ടുള്ള എതിരാളികൾ ഇപ്പൊ ആസാമിലുള്ള ആൾ തന്നെയാണ്. ആസാമിലെ മെയിൻ അതാണ് കൂടുതൽ സമയം നീണ്ടു നിന്ന് പിടിച്ചത്. പിന്നെ വേറെ മറ്റ് കോമ്പറ്റീഷൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിന്റെ പ്രകടനം, കേരള റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. കേരളത്തിൽ റണ്ണേഴ്സായി വിന്നേഴ്സ് ആവേണ്ടതാണ്. കേരളത്തിന് പങ്കെടുത്തവർക്കൊക്കെ ലെഫ്റ്റും റൈറ്റിനും സ്വർണം കിട്ടിയവര്, മിക്കവർക്ക് 2 സ്വർണം കിട്ടിയവരുണ്ട്, ചിലർക്ക് 4 സ്വർണം കിട്ടിയവരുണ്ട്, ചിലർക്ക് 2 സ്വർണവും വെള്ളിയും കിട്ടിയവരുണ്ട്. അങ്ങനെ പല കാറ്റഗറീസിലും ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു 5-6 പേർക്ക് ഒരു വീട്ടിൽ നിന്ന് തന്നെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചേട്ടന് എത്ര ഇതാണ് കിട്ടിയത്? എനിക്ക് 2 സ്വർണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അത് ലെഫ്റ്റും റൈറ്റും. ഇനിയിപ്പോ ഈ മത്സരം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത മത്സരങ്ങൾ ഇനി ഏതൊക്കെയാണ്? ഇനി ജൂലൈ 24 മുതൽ 28 വരെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പാണ്. അതെവിടെ നടക്കണം? ബാംഗ്ലൂരാണ് നടക്കുന്നത്. ഓ ബാംഗ്ലൂരാണ് നടക്കണം. ഇന്ത്യയിലാണ് ഇത്തവണ കിട്ടിയാണ്, അത് ബാംഗ്ലൂരാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രീസിലാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അതിന്റെ സർക്കുലർ വന്നിട്ടില്ല. അത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞോടുകൂടി അതിന്റെ സർക്കുലർ വരും. ഈ 2 ഇതിലേക്ക് നമ്മൾ ഇന്ത്യൻ ടീമിൽ നിന്ന്
സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഓ ചേട്ടനപ്പോൾ രണ്ടിലും പങ്കെടുക്കാനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. രണ്ടിലും പങ്കെടുക്കാം. ഇന്ത്യയിൽ ഫസ്റ്റ് വന്നവർക്ക് വേൾഡ് സെലക്റ്റഡ് ആണ് ഇപ്പോൾ. ഓ അത് ശരി. ചാമ്പ്യൻഷിപ്പിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാനായിട്ടുള്ള അല്ലെങ്കിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട് ഏറ്റവും മെയിൻ ലക്ഷ്യം ഗ്രീസിൽ പോകാനാണ്. ഗ്രീസ് വേൾഡ് അടിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ, ആഗ്രഹം. ഓ അത് ശരി. വേൾഡ് തവണ അടിച്ചെടുക്കാൻ പറ്റും എന്നൊരു. അത് ഏതായിരിക്കും, ഏത് മാസത്തിലായിരിക്കും വരുന്നത്? അതിൻ്റെ സർക്കുലർ വന്നിട്ടില്ല. ഓ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിന് സാമ്പത്തികം വേണ്ടി വരും. കാരണം യൂറോപ്യൻ കൺട്രീസ് ആയതുകൊണ്ട് നല്ല സാമ്പത്തിക ചെലവുള്ളതാണ് അവിടെ. എത്ര ലക്ഷം വരുന്നൊന്നും അറിയില്ല. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും നമ്മൾ നല്ലവരായ എല്ലാവരുടെയും പ്രോത്സാഹനം നമുക്ക് ആവശ്യം. ഇപ്പോൾ ഈ പോയതിനൊക്കെ സഹായിച്ച ആളുകൾ ആരൊക്കെയായിരുന്നു? ഇതിൽ പോയപ്പോൾ സഹായിച്ചത് മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വളരെയേറെ ഇതിന് മുൻകൈയെടുത്ത് എല്ലാവരും സംസാരിച്ച് വേണ്ടപ്പെട്ടവരൊക്കെ കണ്ട്. പ്രസിഡന്റ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എനിക്ക് വേണ്ടി. അങ്ങനെ പ്രസിഡന്റിൻ്റെ ഇതിൽ പഞ്ചായത്തിൻ്റെ മെമ്പർമാരും പ്രസിഡൻ്റൊക്കെ കൂടി ചേർന്ന് എനിക്ക് പൈസ തന്നു. പിന്നെ വാർഡ് മെമ്പർ സഹായിച്ചു. പിന്നെ അതിനേക്കാൾ ഉപരി IGO എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ജിം ഓണേഴ്സ് അസോസിയേഷൻ്റെ അഖിലേന്ത്യാ നേതൃത്വം, അത് നല്ലതായ സുഹൃത്തുക്കളും ഭാരവാഹികളൊക്കെയാണ്. അവരുടെ കെയർ അവരും പൈസ സഹായിച്ചു. പിന്നെ അത്തരം പേരാണ് നമ്മളിതിന് പോകുന്നതിന് വേണ്ടി സാമ്പത്തികമായിട്ട് കാര്യമായിട്ട് സഹായിച്ചത്. വാർഡ് മെമ്പറുടെ കെയർ ഓഫിൽ 1-2 വ്യക്തികൾ നമുക്ക് സാമ്പത്തിക സഹായം തന്നു. അങ്ങനെയാണ് നമുക്കിതിന് പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇതിന് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ കൈക്കരുത്തിൻ്റെ പോരാട്ടം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പോളാട്ടം ഒരുങ്ങുന്നത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. അത് ബാംഗ്ലൂരാണ് ഇത്തവണ നടക്കുന്നത്. അതുമാത്രമല്ല, മെയിൻ ലക്ഷ്യം ഗ്രീസാണ്. ഗ്രീസ് പുരാതന ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരങ്ങളിൽ ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന ഗ്രീസ്. ആ ഗ്രീസ് നഗരത്തിലേക്ക് പോകാനും അവിടെ കൈക്കരുത്ത് മല്ലന്മാരെ മലർത്തിയടിക്കാനുമാണ് പോളേട്ടൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൈക്ക് നല്ല ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിശീലനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ആസാമികളെ നേരിടുന്ന പോലെ ആയിരിക്കില്ല. അവിടെ നല്ല ഗംഭീര ടീമുകൾ ഇറാൻകാരും ബ്രസീലുകാരും അവരൊക്കെ വരും, ജപ്പാൻകാരും റഷ്യക്കാരൊക്കെ വരും. അവ കടുത്ത മത്സരത്തിന് അതിജീവിക്കാനും നമ്മുടെ ചാലക്കുടിക്കാരനായിട്ട് വെള്ളിക്കുളങ്ങരക്കാരൻ പോളേട്ടൻ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്, ഇതൊക്കെ ചിലപ്പോൾ ഒരു ജീവിതത്തിൽ നടക്കുന്ന ഒരു ചരിത്ര സാക്ഷാത്കാരങ്ങളായിരിക്കും. ഇപ്പോൾ ഈ പാവം മനുഷ്യന് ഈ പറഞ്ഞ പോലെ ഗ്രീസിലേക്ക് പോകണമെങ്കിൽ എന്തോരം പണച്ചെലവുണ്ടാവും. അതിനൊക്കെ കൈകോർക്കാൻ സഹായിക്കാം. ഇപ്പോൾ ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പിന് കൈകോർക്കാൻ ഞാൻ പലരോടും പറഞ്ഞപ്പോൾ അവർക്കൊരു പുച്ഛം പോലെ തോന്നി. പക്ഷെ ആ ചേട്ടൻ വിൻ ചെയ്ത് വന്നു. കഴുത്തിൽ 2 മെഡലാണ് കിടക്കണം. കണ്ട, ഇതൊക്കെ ചരിത്ര നേട്ടമാണ് ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഗ്രീസിലേക്ക് പോയി അവിടെ നമ്മെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ഈ ചേട്ടന് വേണ്ടി ചെയ്യാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പോളേട്ടപ്പോൾ എനിക്ക് വേണ്ടി ജിലേബിയുമായിട്ടാണ് പോളേട്ടൻ്റെ വരവ്. അപ്പം നമുക്ക് ഈ ജീവിത ശല്യങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് ഇത് ഞാൻ പോളേട്ടൻ തന്നെ സമ്മാനിക്കുകയാണ്. പോളേട്ടൻ തന്നെ ഈ ജിലേബി ഒരു ചെറിയ കഷ്ണം എനിക്ക് തന്നു. കുഴപ്പമില്ല, ജീവിതശല്യം അങ്ങനെ കുറച്ച് കൂടി ഇരുന്നുണ്ട്, കുഴപ്പമില്ല. യെസ്. അപ്പോൾ ഇതാണ് സന്തോഷം. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങളാണ്. നമ്മൾ വന്ന വഴി മറക്കാതെയും കൂടെ നിന്നവരെയും ആപത്ത് ഘട്ടത്തിൽ സഹായിച്ച ആളുകളെയൊക്കെ നമ്മൾ ജീവിതത്തിൽ മറക്കാതെ വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ആ ഘട്ടത്തിലുള്ള ഒരാളാണ് നമ്മുടെ പോളേട്ടൻ. അപ്പോൾ എനിക്ക് പോളേട്ടനോട് ഒന്നേ പറയാനുള്ളൂ, പോളേട്ടൻ ഗ്രീസിൽ പോയി പിടയ്ക്കും. അതിനായിട്ടാണ് നമ്മളത്തെ കാത്തിരുന്നത്. ശരി, എന്തായാലും എൻ്റെ വീട് തേടി വന്ന പോളേട്ടനും സമ്മാനങ്ങളുമായി വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ വീട്ടിലേക്ക് വരാൻ തന്നെ പോളേട്ടന് എല്ലാവിധ അഭിവാദനങ്ങളും. ഓർമ്മകളുണ്ടാകും, ഓർമ്മകൾ എന്നും. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.